ഇന്ത്യക്കെതിരെ ആഗോളതലത്തിൽ വമ്പൻ ഗൂഢാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ഗൂഢാലോചനയ്ക്ക് മുഴുവൻ നേതൃത്വം നൽകുന്നതാകട്ടെ അമേരിക്കയെ പ്രതിനിധീകരിക്കുന്ന ഡീപ് സ്റ്റേറ്റ് ആണ്. ഡീപ് സ്റ്റേറ്റ് ഒരു കാരണവശാലും ഇന്ത്യ സൈനികപരമായി സാമ്പത്തികപരമായിട്ട് മുന്നേറാൻ പാടില്ല എന്നത് ദീർഘവീക്ഷണത്തോടെ കണ്ട് ചില പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ലോകത്തിലെ വൻ ശക്തികളായിട്ടുള്ള ചൈനയും അമേരിക്കയും ഒന്നിച്ചു നിന്ന് ഇന്ത്യ ഒരു ആഗോള ശക്തിയായി മാറുന്ന നീക്കത്തിന് തടയിടുന്നു. കൂടാതെ നമ്മുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾക്കും ഇന്ത്യ ഒരു വൻ ശക്തിയായി മാറുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. നിലവിൽ അമേരിക്കയ്ക്ക് വലിയ ഭീഷണിയുള്ള രാജ്യമാണ് ചൈന. ഈ ചൈനയെ ഒരു പ്രൊഡക്ഷൻ ഹബ്ബാക്കി മാറ്റിയത്, ചൈനയെ വലിയ എക്കണോമിക് ഗ്രോത്തിന് സഹായിച്ചതൊക്കെ തന്നെ അമേരിക്കയാണ്. ഒടുവിൽ ചൈന അമേരിക്കയ്ക്കെതിരെ തിരിഞ്ഞു എന്ന് പറയുന്നത് പോലെ നാളെ ഇന്ത്യ ഒരു വൻ ശക്തിയായിട്ട് വന്നാൽ ഈ ചൈനയ്ക്കെതിരെ പ്രയോഗിക്കുന്ന അതേ തന്ത്രങ്ങൾ അമേരിക്ക നാളെ ഇന്ത്യക്കെതിരെയും പ്രയോഗിക്കേണ്ടി വരും. അതാണ് ഡീപ് സ്റ്റേറ്റ് ഇപ്പോൾ ഒരു നീക്കം നടത്തുന്നത്. ഇതിന് മറ്റ് ചില മാനങ്ങൾ കൂടിയുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇന്ത്യയിലേക്ക് എത്തും. ഇന്ത്യയുമായിട്ട് ചില സുപ്രധാന സൈനിക കരാറിൽ ഒപ്പുവെക്കും. അങ്ങനെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢപ്പെടും. അപ്പോൾ മോദി റഷ്യയിൽ ചെന്നപ്പോൾ വ്ളാഡിമിർ പുടിനെ ക്ഷണിച്ചിരുന്നു. അത് ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പുടിൻ്റെ സന്ദർശനത്തോടെ നയതന്ത്ര ബന്ധം കൂടുതൽ ഊഷ്മളമാകും. കൂടാതെ ജപ്പാനെ പിന്തള്ളി നമ്മൾ സാമ്പത്തിക മേഖലയിൽ വലിയൊരു കുതിപ്പ് നടത്തുന്നു, സൈനിക മേഖലയിലും വലിയ മുന്നേറ്റം നടത്തുന്നു. ഇതൊക്കെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നത് ഡീപ് സ്റ്റേറ്റിനെയാണ്. കൂടാതെ ലോക രാജ്യങ്ങൾ വലിയ തോതിൽ ഇന്ത്യയിലേക്ക് നിക്ഷേപം നടത്തുന്നു. അപ്പോൾ ഡീപ് സ്റ്റേറ്റ് എങ്ങനെ ഇടപെടുന്നു കൂടി മനസ്സിലാക്കണ്ടേ. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു വലിയ യുദ്ധം നടക്കാൻ പോകുന്നു. ഏത് നിമിഷവും ഒരു ആക്രമണം ഉണ്ടാകാം. ഇന്ത്യയും പാകിസ്ഥാനും സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ഈ രീതിയിലാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഡീപ് സ്റ്റേറ്റ് ഇത്തരത്തിൽ വാർത്തകൾ ചമയ്ക്കാനായിട്ട് ശ്രമിക്കുന്നു. പാകിസ്ഥാനിലെയും അമേരിക്കയിലെയും മാധ്യമങ്ങളിലെല്ലാം തന്നെ ഇന്ത്യയിൽ ഏത് നിമിഷവും ഒരു ആക്രമണ സജ്ജമായി നിൽക്കുന്ന ഒരു സൈന്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നു. ഇന്ത്യ ഏത് നിമിഷവും പാകിസ്ഥാനെ ആക്രമിക്കും. പാകിസ്ഥാനിൽ ആഭ്യന്തര പ്രശ്നമുണ്ട്. ബലൂജ് മേഖലയിൽ, സിന്ധ് മേഖലയിൽ, POKയിലൊക്കെ ആഭ്യന്തര കലാപം രൂക്ഷമാകുകയും അതൊരു യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിക്കും. അതിനെ മുതലെടുത്ത് ഇന്ത്യ അവരെ ആക്രമിക്കും. ഇതാണ് മാധ്യമങ്ങളിൽ വരുന്നത്. ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ലേഖനങ്ങൾ വരുന്നു. അതുകൊണ്ട് നമുക്ക് വലിയ നേട്ടമല്ലേ, നമുക്ക് അഭിമാനമല്ലേ എന്നൊക്കെ തോന്നാം. പക്ഷേ ഇതിനുള്ളിൽ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. കാരണം യുദ്ധസമാനമായ സാഹചര്യത്തിൽ നിൽക്കുന്ന ഇന്ത്യയിലേക്ക് ഏതെങ്കിലും രാജ്യം നിക്ഷേപം നടത്താൻ വരുമോ? ഏതെങ്കിലും രാജ്യങ്ങൾ കൂടുതൽ ട്രേഡിന് വരുമോ? ഇല്ല. ഇപ്പോൾ റഷ്യ ഉക്രൈനും തമ്മിൽ യുദ്ധം നടക്കുന്നു. റഷ്യയിലേക്ക് കൂടുതൽ വ്യാപാര ബന്ധങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഇൻവെസ്റ്റേഴ്സ് ആരും വരുന്നില്ല. മാത്രമല്ല ഉള്ള കമ്പനികൾ അടച്ചുപൂട്ടുന്നു. ഇതിന് സമാനമായിട്ട് ഇന്ത്യ വിദേശത്ത് നിന്ന് നിരവധി ഇൻവെസ്റ്റ്മെൻറ്റ് ആകർഷിക്കുന്നുണ്ടായിരുന്നു. ഇത് വരാൻ പാടില്ല. എന്തിന്? ആപ്പിൾ പോലെയുള്ള കമ്പനികൾ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ തുടങ്ങാൻ പോകുമ്പോൾ ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ഇടപെട്ട് അത് തടയുകയാണ്. ചൈന ഒരു വലിയ പ്രൊഡക്ഷൻ ഹബ്ബാണ്. ചൈനയിൽ നിന്ന് നമുക്ക് വലിയ ഭീഷണി നേരിടുന്നുണ്ട്. എല്ലാ കാര്യത്തിലും നമ്മൾ അവരെ ആശ്രയിക്കുകയാണ്. അതൊക്കെ മാറ്റണം. അതുകൊണ്ട് നമുക്കും ഒരു ഇൻഡിപെൻഡൻറ്റ് രാജ്യമാകണം. ഇവിടെ കൂടുതൽ നിക്ഷേപം വരണം. ഇവിടെ കൂടുതൽ പ്രൊഡക്ഷൻ നടത്തണം. ഇതൊക്കെയാണ് ട്രംപിൻ്റെ നീക്കം അല്ലെങ്കിൽ ആവശ്യം എന്ന് പറയുന്നത്. നേരത്തെ ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് മോദിയുമായിട്ടുള്ള ബന്ധം അത്ര സുഖകരമല്ലെങ്കിലും ധാരാളം ഇൻവെസ്റ്റേഴ്സ് അമേരിക്കയിൽ നിന്നൊക്കെ എത്തി, വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തി. അതിനെ അന്ന് തടഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ ട്രംപിൻ്റെ മണ്ടത്തരം കൊണ്ട് ആ രാജ്യം സാമ്പത്തികമായി പാപ്പരായിക്കൊണ്ടിരിക്കുന്നു. അവിടേക്കാണ് ഡീപ് സ്റ്റേറ്റിൻ്റെ ഇടപെടൽ. അപ്പോൾ ഇന്ത്യയുടെ ഒരു വളർച്ച ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്നു. അതുണ്ടാകാൻ പാടില്ല. അപ്പം നമ്മുടെ കൂടെ നിൽക്കുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന പല രാജ്യങ്ങളും അവസരം കിട്ടുമ്പോൾ നമ്മുടെ നെഞ്ചത്ത് കയറുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് 2 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് 5 ട്രില്യൺ അപ്പുറത്തേക്ക് എത്തും. അതൊരു വലിയ നേട്ടമായി മാറും. പക്ഷേ അങ്ങനെ ഇന്ത്യ വളർന്നു കയറണ്ട. ഇപ്പോഴത്തെ അവസ്ഥയിൽ അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാകുന്നു എന്നുള്ള പ്രതീതി ജനിപ്പിച്ചതോടുകൂടി ഈ സാമ്പത്തിക വളർച്ചയ്ക്ക് ഒരു മങ്ങലേൽക്കുന്നു. 2 വർഷം എന്നുള്ളത് 3 വർഷം കഴിഞ്ഞാലേ ഇന്ത്യക്ക് ഒരു 5 ട്രില്യൺ എന്ന രീതിയിൽ വളർച്ച രേഖപ്പെടുത്താൻ പറ്റുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പതിയെ ഇന്ത്യ വളർന്നാൽ മതി എന്ന് ആരാ തീരുമാനിക്കുന്നത്? അമേരിക്ക തീരുമാനിക്കുന്നു. കാരണം അമേരിക്കയുടെ ഡോളറിനെ ഇന്ത്യ ഒന്ന് വെല്ലുവിളിച്ചു. റഷ്യയുമായിട്ടുള്ള ഓയിൽ കച്ചവടത്തിൽ നമ്മൾ ഡോളർ ഉപയോഗിച്ചല്ല വ്യാപാരം നടത്തിയത്, മറിച്ച് ഇന്ത്യൻ റുപ്പിയിലായിരുന്നു. അത് അമേരിക്കയ്ക്ക് വലിയ
ഒരു ആഘാതമാണ്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിൻ്റെ കറൻസി എന്നുള്ളത് പല കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അവിടുത്തെ പണപ്പെരുപ്പത്തെ, എക്കണോമിക് ഗ്രോത്തിനെ, അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യുന്ന ഇമ്പോർട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഗ്ലോബൽ മാർക്കറ്റ്, ഇതിലെല്ലാം തന്നെ ആഗോളതലത്തിൽ ഡോളറിന് വലിയ മുൻതൂക്കമുണ്ട്. ഇപ്പം ലോകരാജ്യങ്ങളൊക്കെ ഓയിൽ വാങ്ങുന്നത് അത് ഡോളറിലായിരിക്കും. അതുപോലെ ഇൻ്റർനാഷണൽ ട്രേഡ് നടത്തുന്നത് അതും ഡോളറിലാണ്. എന്തിന്? ബാങ്കുകൾ റിസർവായിട്ട് പണം സൂക്ഷിക്കുന്നത് പോലും ഡോളറിലാണെന്ന് പറയുമ്പോൾ ആ ഡോളറിൻ്റെ ശക്തി ആലോചിച്ച് നോക്ക്. അതുകൊണ്ടാണ് ഡീപ് സ്റ്റേറ്റ് മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ നീക്കം അപകടകരമാണ്. അപ്പോൾ ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പോലെ നാളെ ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യണം. ഇപ്പോൾ ട്രംപ് എന്തിനാണ് നമുക്ക് മേൽ 50% താരിഫ് ഏർപ്പെടുത്തിയേ? അതായത് നമ്മുടെ എക്സ്പോർട്ട് കൂടുതൽ മെച്ചപ്പെടാൻ പാടില്ല. അങ്ങനെ മെച്ചപ്പെട്ടാൽ രൂപയുടെ മൂല്യം ഉയരുകയും ഡോളറിനെ അത് വെല്ലുവിളിക്കുകയും ചെയ്യും. അതുണ്ടാകാൻ പാടില്ല. ചൈനയ്ക്കെതിരെയും ഇതേ തന്ത്രം പ്രയോഗിച്ചു. കാരണം ഏഷ്യയിലെ കറൻസികളൊന്നും തന്നെ ഡോളറിനെ വെല്ലുവിളിക്കാനായിട്ടില്ല. ചൈനയെ വെല്ലുവിളിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ചൈന പറഞ്ഞു, ശരി, നിങ്ങൾ ഇത്രയും തീരുവ ഏർപ്പെടുത്തിക്കോ, പകരം ഞങ്ങൾ ഈ റെയർ എർത്ത്സിൻ്റെ കയറ്റുമതി അങ്ങ് നിർത്തും. ഇതോടുകൂടി അമേരിക്ക വല്ലാതെ പേടിച്ചു. കാരണം ഇലക്ട്രിക് വാഹനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ, ഇലക്ട്രോണിക്സ് ഗുഡ്സ് ഉണ്ടാക്കണമെങ്കിൽ, ആയുധം നിർമ്മിക്കണമെങ്കിലൊക്കെ തന്നെ അപൂർവ ധാതുക്കളുടെ മൂലകങ്ങളുടെ ആവശ്യം കൂടുതലാണ്. അതിൻ്റെ എക്സ്പോർട്ടർ എന്ന് പറയുന്നത് ചൈനയാണ്. ലോകത്തിൽ ഏതാണ്ട് 90% ആധിപത്യം അവരുടെ കയ്യിലാണ്. അതുകൊണ്ട് അവിടെ നിന്ന് അവർ പിൻവാങ്ങുന്നു. അങ്ങനെയാണ് ഷീ ജിൻപിങ്ങുമായിട്ട് ട്രംപ് ഒരു കൂടിക്കാഴ്ച നടത്തുകയും ഇന്ത്യക്കെതിരായിട്ട്, ഇന്ത്യയുടെ വളർച്ചയ്ക്കെതിരായിട്ട് നിലപാട് സ്വീകരിക്കാമെന്നുള്ള ഒരു ഏകീകൃത നീക്കത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്. ഇവിടെ എക്കണോമി കൂടുതൽ സ്ട്രോങ് ആയെങ്കിൽ മാത്രമേ നമ്മുടെ കറൻസിക്കും അതിനനുസരിച്ചുള്ള ഒരു വളർച്ച ഉണ്ടാവൂ, സാമ്പത്തികമായിട്ട് മുന്നേറ്റം ഉണ്ടാവും. നമുക്കറിയാം, നമ്മൾ ക്രൂഡ് ഓയിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ക്രൂഡ് ഓയിൽ വാങ്ങിക്കുമ്പോൾ ധാരാളം പണം ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ റഷ്യയ്ക്കോ ചൈനയ്ക്കോ അമേരിക്കയ്ക്കോ ഈ ആവശ്യമില്ല. കാരണം ആ രാജ്യങ്ങളിൽ വലിയ തോതിൽ ക്രൂഡ് ഓയിൽ നിക്ഷേപമുണ്ട്. കൂടാതെ അവർ അത് വാങ്ങുകയും ചെയ്യുന്നുണ്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്ന്. ഇപ്പം റഷ്യയുടെ അയൽ രാജ്യമാണ് ചൈന എന്ന് പറയാം. അപ്പോൾ റഷ്യയ്ക്ക് ചൈനയിൽ നിന്ന് ഈ പ്രകൃതിവാതകങ്ങളോ അല്ലെങ്കിൽ ഓയിലോ ഒക്കെ എത്തിക്കാനായിട്ട് വളരെ എളുപ്പം പറ്റും. ഇന്ത്യക്കാണെങ്കിൽ കപ്പൽ വഴി എത്തണം. ചിലവ് കൂടിയ മാർഗം തന്നെയാണ്. പൈസ കുറച്ചാണ് നമുക്ക് തരുന്നതെങ്കിലും ചിലവ് കൂടുതലാണെന്നുള്ളത് നമുക്കൊരു ഡ്രോബാക്കായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ താരിഫ് കൂട്ടിയിട്ട് ഇന്ത്യയെ തകർക്കാനായിട്ട് ട്രംപ് ശ്രമിക്കുന്നു. ഒപ്പം പാശ്ചാത്യ മാധ്യമങ്ങളിൽ ഇന്ത്യയിൽ എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധം ഉണ്ടാകാവുന്ന സ്ഥിതിയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ യുദ്ധം ഉണ്ടാകും, നാളെ യുദ്ധം ഉണ്ടാകും എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വിദേശ മാർക്കറ്റുകൾ കണ്ടെത്തുന്നതിൽ ഇന്ത്യ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി മോദി ഇത്തരത്തിലുള്ള വിദേശ രാജ്യങ്ങളിലെ ഭരണത്തലവന്മാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും നമ്മുടെ രാജ്യങ്ങളിലേക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആകർഷിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് സൈനിക പ്രതിരോധ മേഖലയിൽ നമ്മൾ വലിയ വളർച്ച രേഖപ്പെടുത്തിയതോടെ ഫ്രാൻസും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നമ്മളുമായിട്ട് സഹകരിച്ച് വിമാന നിർമ്മാണം, ആയുധ നിർമ്മാണം ഒക്കെ കാര്യത്തിൽ സഹകരിക്കാനായിട്ടുള്ള നീക്കം നടത്തുകയാണ്. അതിനൊപ്പമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ വരവ്. ഇതാണ് ഡീപ് സ്റ്റേറ്റിനെ വല്ലാതെ പ്രകോപിപ്പിച്ചത്. എന്തായാലും ഇന്ത്യ ഗവൺമെൻറ് ഡീപ് സ്റ്റേറ്റിൻ്റെ നീക്കങ്ങളെ മറികടക്കാൻ എല്ലാ വഴികളിലും ഉണർത്തിക്കൊണ്ടുവരികയാണ്. എല്ലാ വഴികളിലൂടെയും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആകർഷിക്കുകയാണ്. അപ്പോൾ കൂടുതൽ കമ്പനികളെ ഇവിടേക്ക് കൊണ്ടുവരാനും പ്രൊഡക്ഷൻ കൂട്ടാനുമായിട്ട് നമ്മൾ ശ്രമിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിനെ അതിജീവിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ലോകത്തിലെ ഒരുപാട് ശക്തികൾ ഇന്ത്യ ഒരു ആഗോള ശക്തിയായി ഉയരുന്നതിനെ വല്ലാതെ ഭയക്കുന്നു, അല്ലെങ്കിൽ അതിനെ തടയാനായിട്ട് ശ്രമിക്കുന്നു. കാരണം പുതിയ ഒരു ലോകശക്തി കൂടി ഇനി ഉണ്ടായി വരണ്ട എന്നതാണ് അമേരിക്കയുടെയും ചൈനയുടെയും ഒക്കെ ചിന്താഗതി. ഒരു പക്ഷേ ട്രംപ് ഷീ ജിൻപിങ്ങുമായിട്ട് ചേർന്നിട്ട് അത്തരം ഒരു നീക്കത്തിലേക്ക് വരും. പ്രത്യക്ഷമായിട്ട് നമ്മുടെ അടുത്ത് ചൈന കാണിച്ചില്ലെങ്കിലും അതിൻ്റെ ചില പരോക്ഷ സൂചനകൾ വരുന്നുണ്ട്. നമ്മുടെ താരിഫിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും അമേരിക്ക വിട്ടുവീഴ്ചയൊന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല, നമുക്കിപ്പം ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ, മെഷീനറി, സ്വർണം തുടങ്ങിയവയൊക്കെ ഇറക്കുമതി ചെയ്യാൻ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയുണ്ട്. അതുകൊണ്ട് അതിനെ തള്ളിക്കളയാൻ നമുക്ക് സാധിക്കില്ല. ഇവിടെയാണ് ഡീപ് സ്റ്റേറ്റ് ഒരു യുദ്ധമുണ്ടാകുന്ന രാജ്യമാണ്, ഇവിടേക്ക് ഇൻവെസ്റ്റേഴ്സ് വരരുത്, വ്യാപാര ബന്ധങ്ങൾ ഉണ്ടാകരുത് എന്ന തരത്തിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത്. ഇതിനെ അതിജീവിക്കാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കൂടുതൽ വിദേശ രാജ്യങ്ങളുമായിട്ട്, അറബ് രാജ്യങ്ങളുമായിട്ട് നയതന്ത്ര ചർച്ചകൾ മെച്ചപ്പെടുത്തുന്നു. ഒപ്പം ബാഹ്യ ഇൻവെസ്റ്റേഴ്സിന്, അതായത് ബാഹ്യമായിട്ടുള്ള ഈ നിക്ഷേപം നടത്തുന്നവരെയൊക്കെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ വൻതോതിൽ കമ്പനികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാനായിട്ട് ശ്രമിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ ഡീപ് സ്റ്റേറ്റിൻ്റെ പത്തിക്കടിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരുന്നൊരു കാഴ്ചയും അവർ കാണുന്നുണ്ട്. എങ്കിലും അവർ ആ ശ്രമം ഉപേക്ഷിക്കില്ല. തുടർച്ചയായിട്ട് പാകിസ്ഥാനെ മുന്നിൽ നിർത്തി, ചൈനയിൽ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവിടെ യുദ്ധം എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാം എന്ന ഒരു നരേറ്റീവ് സൃഷ്ടിക്കുന്നു. അതിനെ എല്ലാ തരത്തിലും അതിജീവിക്കാൻ നമ്മുടെ ഭരണകൂടത്തിന് കഴിയുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ നേട്ടം.